ഹലോ, ട്രേഡിംഗ് ഇൻസ്പയർ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ദിവസത്തിന് ശേഷമാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. കാരണം ഇന്ന് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല റാലികളൊക്കെ കണ്ട ദിവസമാണ്. രാവിലെ തന്നെ മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു 22,830 മാർക്കറ്റ് ഒരു നെഗറ്റീവ് നോട്ടിലാണ് ഓപ്പൺ ആയതെങ്കിലും 22,830 വന്നിട്ട് 820 വന്നിട്ട് മാർക്കറ്റ് നല്ലൊരു റാലി നമുക്ക് 23,30 വരെ നമുക്ക് നല്ലൊരു റാലി തന്നിട്ടുണ്ട്. അതിനുശേഷം മെല്ലെ മെല്ലെ മാർക്കറ്റ് ഒരു സ്റ്റെപ്പ് വെച്ചുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് വരികയും അവസാന നിമിഷം ചെറിയൊരു അപ്പും നമുക്ക് തന്നിട്ടുണ്ട്. ഏതായാലും മാർക്കറ്റ് 2-3 ദിവസമായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 17-ാം തീയതി മുതൽ മാർക്കറ്റ് ഒരു പാറ്റേൺ കീപ്പ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വെച്ചൊരു നല്ലൊരു എൻട്രി എടുക്കുകയും ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു പാറ്റേൺ കണ്ടിട്ട് ഈ ഒരു പാറ്റേണിൽ മാർക്കറ്റ് മൂവ് ആവും എന്നുള്ളൊരു ഇത് കണ്ടിട്ട് നല്ലൊരു എൻട്രി ഇടുകയും ഏതാണ്ട് ഈ ഒരു ലെവലിലെത്തിയപ്പം എക്സിറ്റ് ആവുകയും ചെയ്തു. നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മൾ ട്രേഡ് എടുക്കാൻ ഒരു ഹോൾഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു വലിയൊരു ട്രേഡിനുള്ള ചാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 23,000 കഴിഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 23,000 കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 3-4 ദിവസമായിട്ട് നമുക്കറിയാം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ 23,000-ൻ്റെയും 22,800-ൻ്റെയും ഇടയിൽ ഇങ്ങനെ മാർക്കറ്റ് ഒരു സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 23,000 നല്ലൊരു റെസിസ്റ്റൻ്റ് ലെവലായും 28,000 നല്ലൊരു സപ്പോർട്ടിംഗ് ലെവലായിട്ടും നിഫ്റ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ മറികടന്ന് പോവുകയാണെങ്കിൽ നാളെ നമുക്ക് ട്രേഡ് എടുക്കാനുള്ളത് 23,000-ലാണ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് നല്ലൊരു ബൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടുന്ന് ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് ഇവിടുന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് 23,000-ൽ ഒരു സ്ട്രോങ് ബയേഴ്സിൻ്റെ ഒരു ചാൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 23,000 കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 23,200 വരെ നമുക്ക് നാളെ നല്ലൊരു റാലി നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അപ്പം മാർക്കറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റിയിൽ കാര്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഇന്ന് ഫസ്റ്റിലൊക്കെ രാവിലെ തന്നെ നല്ലൊരു ഉണ്ടായിരുന്നു. എങ്കിലും കൂടിയിട്ട് ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് ഒരു ഡൗൺ ആണ് കാണിച്ചത്. ഉച്ചയ്ക്ക് ശേഷമല്ല, ഒരു 11 മണി 12 മണി ആകുമ്പോൾ മാർക്കറ്റ് നല്ലൊരു ഡൗൺ കാണിച്ചിട്ടുണ്ട്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എല്ലാ സെക്ടറുകളും രാവിലെ ഒരു ഉയർച്ച കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം നല്ലൊരു ഡൗണും തന്നിട്ടുണ്ട്. നമ്മളെ നെറ്റ് കുറച്ച് സ്ലോവാണ്, അതാണ് മാർക്കറ്റ് സിസ്റ്റം ഓപ്പൺ ആയി വരാത്തത്. ഏതായാലും നമുക്ക് നാളെ സെൻസെക്സിൽ എങ്ങനെയാണെന്ന് നോക്കാം. സെൻസെക്സിൽ നമ്മൾ ഇന്നലെ വരച്ച് വെച്ച ലെവലുകൾ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പോലും ഉള്ള വകുപ്പില്ലാത്ത രീതിയിലാണ് സെൻസെക്സിലും ലെവലുകളുള്ളത്. കാരണം നമ്മൾ 3-4 ദിവസമായിട്ട് വരച്ച് വെച്ച ലെവലുകൾ അതേപടി കീപ്പ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഞാൻ ഇന്നലെ ഇവിടെ ഒരു ഫ്ലാഗ് വരച്ചിട്ടുണ്ട്. 76,711 76,700 കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് ഇവിടുന്ന് നല്ലൊരു മൂവിങ്ങിന് ചാൻസ് ഉള്ളൂ സെൻസെക്സിലും. അപ്പോൾ നമ്മൾ ആ ഒരു ലെവൽ ഇപ്പോൾ 3 ദിവസമായിട്ട് ഇതേ ലെവൽ വരച്ച് വെച്ചതാണ്. പിന്നെ ഞാൻ നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ ഇനി സെൻസെക്സിലും ഈ ഒരു പാറ്റേൺ മാർക്കറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിഫ്റ്റിയിൽ ഇന്ന് ഈ ഒരു ഇത് കണ്ടപ്പോഴാണ് ഞാനിന്ന് ട്രേഡ് എടുത്ത് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നാളെ നമുക്ക് സെൻസെക്സിലാണെങ്കിൽ തന്നെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 76,000 കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ട് നല്ലൊരു ബൈയിങ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നാളെ നമുക്ക് കാര്യമായിട്ട് മാർക്കറ്റിൽ അതേ ചിന്തിക്കേണ്ടതുള്ളൂ. പിന്നെ ഇൻ്റർനാഷണൽ ന്യൂസുകളിലൊന്നും ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞൊരു സാഹചര്യമുണ്ടെന്നൊക്കെ, പക്ഷേ അതിനുശേഷം ഇറാനൊന്നും പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളൊരു പ്രകോപനം ഉണ്ടായെങ്കിലും ഇറാനൊന്നും പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ യുദ്ധഭീതി തൽക്കാലം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് വിദഗ്ധന്മാരുടെ അഭിപ്രായം. ഏതായാലും നമുക്ക് ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് മാർക്കറ്റ് എങ്ങോട്ട് പോയാലും ഒരു കുഴപ്പമില്ല. എങ്കിലും
നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഹോൾഡ് ചെയ്യുന്നവരൊക്കെ വളരെ സൂക്ഷിക്കുക. ഏതായാലും ഈ ഒരു ലെവലാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് തന്നിട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് നമുക്ക് 76,700 വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നാളെ. അതല്ലെങ്കിൽ അവിടുന്ന് നല്ലൊരു ഡൗണോ അതല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ 76,700 കഴിഞ്ഞിട്ടൊരു 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് മുകളിലോട്ട് വീണ്ടും ട്രൈ ചെയ്യൊരു ട്രെൻഡായിട്ട് തന്നെ കണക്കാക്കി മുകളിലോട്ട് എടുക്കാവുന്നതാണ്. ഏതായാലും മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് ട്രേഡ് എടുക്കുക. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഞാൻ പറഞ്ഞിരുന്നു ഏതാണ്ട് ആ ലെവലുകളൊക്കെ വന്നിട്ടുണ്ട്, സെൻസെക്സ് ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും. അപ്പോൾ നമ്മുടെ ഈ മുമ്പുള്ള വീഡിയോസൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ലെവലുകളും വന്നിട്ട് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. 1-2 ദിവസം ഒഴികെ എല്ലാ ദിവസങ്ങളും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ട്രേഡ് എടുക്കാം. നിർബന്ധിക്കുകയല്ല, കാരണം ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഇത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ വീഡിയോസ് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, കാരണം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നിങ്ങൾക്കും ഉപകാരമാണ്. എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു.